ചെടികൾ എല്ലാത്തിൻ്റെയും ക്ഷീണം മാറ്റാനായിട്ടുള്ള വേറൊരു ഔഷധക്കൂട്ടാണ് അമൃതപാനി എന്ന് പറയുന്നത്. അമൃതപാനി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 2 കിലോ പച്ചച്ചാണകം, അത് 10 ലിറ്റർ വെള്ളത്തിലേക്ക് നല്ലപോലെ അലിപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് 1 ലിറ്റർ ഗോമൂത്രം ചേർക്കുക. അതിനകത്തോട്ട് 1/4 കിലോ ശർക്കരയും കൂടെ ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഗീർപശുവിൻ്റെ ചാണകമാണ്. അതെടുത്ത് വെച്ചിരിക്കുന്നു. ശർക്കര 1/4 കിലോ ഇതെടുത്ത് വെച്ചിരിക്കുന്നു. മൂത്രം തൊട്ടിക്കകത്തിരിപ്പുണ്ട്. ഇത് മൂന്നാണ് നമ്മൾ ഇതിനകത്ത് വയ്ക്കുന്നത്. ഇത് ഒരു പാത്രത്തിൽ 10 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് 2 ദിവസത്തിന് വെക്കുക. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം വലിയ മരങ്ങളൊക്കെയാണെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അവരുടെ വീണ്ടുപോയ ഉന്മേഷം വീണ്ടെടുക്കുകയും ചെടികൾ കരുത്തോടെ വളരുകയും ചെയ്യും. മുരടിപ്പെല്ലാം മാറുകയും ചെയ്യും. അതാണ്. ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം കാണിക്കാം. ഇത് 10 ലിറ്റർ വെള്ളമാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ചാണകം ചേർക്കുക. ചേർക്കുന്നു. ലിറ്റർ ചാണകം 10 ലിറ്റർ വെള്ളത്തിലേക്ക് ചാണകം 2 കിലോ നമ്മൾ ചേർത്തിരിക്കുകയാണ്. അത് നന്നായി നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. നല്ല കാര്യത്തിലുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ മൂത്രവെള്ളം 1 ലിറ്റർ ചേർത്തു. ഇനി അവനെ ഇളക്കുന്നു. നമ്മൾ 1/4 കിലോ ശർക്കര ഇതിനകത്തോട്ട് ചേർത്തു. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മളിനി 2 ദിവസത്തേന് ഞാൻ അക്കാതെ വെച്ചിരിക്കുന്നു. രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാനാവും. അങ്ങനെ ഇത് അടച്ച് വെക്കുകയാണ്. അപ്പം അമൃതപാനി ചെടികൾക്ക് കൊടുക്കാമെന്ന് രീതിയിൽ 2 ദിവസം കഴിയുമ്പോൾ നമുക്കിത് ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. പൂച്ചെടികൾക്കാണെങ്കിലും കൊടുക്കാം, മറ്റു ചെടികൾക്കും കൊടുക്കാം. എല്ലാം കരുത്തോടെ വളരുന്നതിനും പെട്ടെന്ന് ക്ഷീണം മാറി മുരടിപ്പ് മാറുന്നതിനെല്ലാം വളരെ നല്ലതാണ്. ഇത് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ക്ഷീണം മാറി ചെടികളിൽ ഉന്മേഷത്തോടെ വളരും. ഇതിൻ്റെ പേര് അമൃതപാനി.